മരണം എരന്നു വാങ്ങിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ. പിന്നീട് നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ വീഴേണ്ട കൽക്കൂനകൾ മുഴുവനും ഈശോയുടെ ശരീരത്തിലെ മുറിവുകളിലേക്ക് നോക്കിയാൽ കാണാം. അതിനേക്കാൾ ഉപരി വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈശോ നടന്നു നീങ്ങിയത് കാൽവരി മലയുടെ വിരിമാറിലേക്കാണ്. ഞാൻ പറയാണ്, നമ്മൾ പലപ്പോഴും പാപികളെന്ന് മുദ്രകുത്തി പലരെയും തീണ്ടാപ്പാടകലെ നിർത്തുമ്പോൾ ഈശോയ്ക്ക് അവരെ വേണം. ഈശോ വന്നത് അവരെ തേടിയിട്ടാണ്. എത്ര വലിയ പാവിയെന്ന് ആരെല്ലാം പറഞ്ഞാലും ഈശോ പറയും, അവളെ അവനെ എനിക്ക് വേണം. ഈശോ വന്നത് പാപികളെ തേടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പാപിയെന്ന് മുദ്രകുത്തിയാലും, ഏത് പാപത്തിൻ്റെ ചെളിക്കൂനയിൽ നിങ്ങൾ കടന്നാലും അവൻ്റെ രക്തമൊഴുക്കി നമ്മളെ കഴുകി ഇപ്പോൾ വിശുദ്ധരെന്ന് പറയുന്ന, നീതിമാന്മാരെന്ന് പറയുന്ന ജനത്തിൻ്റെ മുമ്പിൽ പരമവിശുദ്ധിയോടെ നിർത്താൻ കഴിവുള്ളവനാണവൻ. ഇന്ന് നമ്മൾ പാപികളെന്ന് മുദ്രകുത്തി കളയുന്ന ഓരോ മക്കളെയും ഈശോ തൊട്ട് കഴുകിയാൽ അവരെ നമ്മൾ തൊട്ടുമുത്തും. അങ്ങനെ ഇന്നും തൊട്ടുമുത്തുന്നുണ്ട്. നമ്മുടെ ഈ ആലയത്തിന് ചുറ്റും ഇരിക്കുന്ന ഓരോ വിശുദ്ധരെ എടുത്ത് നോക്കിക്കേ. ഒരു സമയത്ത് പാപികളായിരുന്ന ഈ മനുഷ്യരെ ഇപ്പൊ നമ്മൾ തൊട്ടുമുത്തുന്ന എന്താണെന്നറിയാമോ? അവനെ വിശുദ്ധീകരിക്കാൻ കഴുകുമരത്തിൽ ഒരുത്തൻ കയറി ആ രക്തം കൊണ്ട് കഴുകി അവന്റെ ഹോളി കൊണ്ട് നിറച്ചപ്പോ ഇന്നലകളിൽ പാപികളായിരുന്ന ഈ മനുഷ്യർ ഇന്ന് പരമ പരിശുദ്ധരായി.